നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ മരുന്ന്. ഇപ്പം നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള ജ്യൂസുകളാണ്. ഓരോ ജ്യൂസിൻ്റെ അകത്ത് എന്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം ഇരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കാണുന്നത് പൈനാപ്പിൾ, ലെമൺ, കുക്കുംബർ, കുറച്ച് ഇഞ്ചി. ഇത് അരച്ച് കലക്കി നമ്മൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് അത് വളരെ ഗുണമാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ കാണുന്നത് ആപ്പിള്, അതുപോലെ സെലറി സ്റ്റോക്ക്, കുക്കുംബർ, ലെമൺ. ഇത് നമ്മൾ അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിന് വളരെ നല്ലതാണ്. മൂന്നാമത്തത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ്. അതായത് തണ്ണിമത്തങ്ങ, കുക്കുംബർ, ലെമൺ, ഒരു മിൻറ്റിൻ്റെ ഇല. നാലാമത്തത് നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള എനർജി വേറൊരു രീതിയിൽ തരുന്നതാണ്. ഓറഞ്ച്, മാമ്പഴം, ക്യാരറ്റ്, ഇഞ്ചി. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ എല്ലാവരും കുടിക്കുന്നവരാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജ്യൂസ് കുടിക്കുന്നവർ കുറവാണ്. എങ്ങനെയെങ്കിലും ജ്യൂസ് കുടിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ലെമൺ മാത്രം കുടിച്ചിട്ട് കാര്യമില്ല, ഓറഞ്ച് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് കാര്യമില്ല. അതിലൂടെ വേറെയും ചില കാര്യങ്ങൾ ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഭക്ഷണമാണ് നമ്മുടെ മരുന്ന്. നമ്മളെന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ മരുന്ന്. പലവരും രോഗികളായി തീരുന്നതിൻ്റെ കാരണം അവരുടെ ഭക്ഷണമാണ് കാരണം. എന്തെങ്കിലുമൊക്കെ കഴിക്കുക, എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിക്കുക, ശരീരത്തിന് 10 പൈസയ്ക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ കഴിക്കുക, ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുന്ന രീതിയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ശരീരത്തിന് രോഗം വരുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. അങ്ങനെയൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് പലവർക്കും രോഗം വരുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡയബറ്റീസും BP-യും കൊളസ്ട്രോളും ഒക്കെ. ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് വരാൻ കാരണം ചോറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോറ് വാരി വലിച്ച് കഴിക്കുന്നവർ മലയാളികളാണ്. നമ്മൾ പഞ്ചാബികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വടക്കേ ഇന്ത്യക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചപ്പാത്തിയാണ് അധികം കഴിക്കുന്നത്. ചോറ് വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ചോറ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം കഴിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ മലയാളികൾ വയറ് നിറച്ചേ കഴിക്കുകയുള്ളൂ. കാരണം നമ്മുടെ മലയാളികൾ അധികം പേരും ഭോജനപ്രിയന്മാരാണ്. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡയബറ്റീസും ഹാർട്ടിൻ്റെ രോഗങ്ങളും ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ കൊളസ്ട്രോളും എല്ലാ തരത്തിലുള്ള ഹാർട്ട് അറ്റാക്കുകളും കേരളത്തിലാണുള്ളത്. സൈലൻ്റ് അറ്റാക്കും അതല്ലാത്ത അറ്റാക്കും ഒക്കെ. കാരണം മലയാളികൾ ആരോഗ്യം നോക്കാതെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യം നോക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദീർഘനാൾ ഈശ്വരൻ വെച്ചിരിക്കുന്ന അത്രയും സമയം വരെ ജീവിക്കാം. ഇല്ലെങ്കിൽ സമയത്തിന് മുമ്പ് നമ്മുടെ വെടിക്കെട്ട് തീരും.